അങ്ങനെ കോളറ വരുന്നു, H1N1, മഞ്ഞപ്പിത്തം, അങ്ങനെ എലിപ്പനി, ഇതൊക്കെ സംസ്ഥാനത്ത് പിടിമുറുക്കുന്ന സാഹചര്യം വരുമ്പോൾ തീർച്ചയായും നമ്മൾ ജാഗ്രത പുലർത്തിയേ പറ്റുകയുള്ളൂ. തലസ്ഥാനത്തേക്കുള്ള സ്ഥിതി അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. പക്ഷേ നമ്മളങ്ങനെ ആശങ്കയിലേക്കും അമിതമായിട്ടുള്ള ഉത്കണ്ഠയിലേക്കൊന്നും പോകേണ്ടതില്ല. നമ്മളൊരു കരുതൽ എന്തായാലും സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഡോക്ടർ രാജീവ് ജയദേവ്, ഒപ്പം പൊതുപ്രവർത്തകൻ കൂടിയായ നൗഷാദ് തെക്കീലും ചേരുകയാണ്. ഡോക്ടർ രാജീവ് ജയദേവ്, കാരണം സംസ്ഥാനത്തെ സാഹചര്യം അനുദിനം ഈ പനിക്കണക്കുകൾ അല്പം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസവും 13,000-ന് മുകളിൽ 14,000-നൊക്കെ അടുപ്പിച്ച് എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ അത് ഈ പനിയുടെ തീവ്രത കുറഞ്ഞു എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് കൊണ്ടല്ല. കാരണം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അതിൻ്റെ ഈ പരിമിതികൾ പല ആശുപത്രികളെ സംബന്ധിച്ചോളം നിലവിലുണ്ട്. മാത്രമല്ല കോളറയുടെ കാര്യത്തിൽ അതിപ്പോൾ തിരുവനന്തപുരത്തും വരുന്നു, കാസർഗോഡും വരുന്നു. നമ്മൾ തുടച്ചു നീക്കപ്പെട്ടു എന്ന് പൂർണ്ണമായും ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് 2009 തൊട്ടൊക്കെ വീണ്ടും വീണ്ടും കോളറയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഈ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ കേരളത്തിലെ പലയിടങ്ങളിലും പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രധാനമായും മലിനജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, മലപ്പുറം ജില്ലയിലും എറണാകുളം ജില്ലയിലുമെല്ലാം പലതരത്തിലുള്ള മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ ഡയറിയൽ ഡിസീസസ്, വയറിളക്ക രോഗങ്ങൾ നമ്മൾ എല്ലാം അതേപ്പറ്റി വായിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ചില മരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോളറ ഔട്ട്ബ്രേക്ക് കേരളത്തെ സംബന്ധിച്ച്, നമ്മുടെ മെച്ചപ്പെട്ട സാഹചര്യത്തെ സംബന്ധിച്ച് അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണേണ്ടത്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പബ്ലിക് ഹെൽത്ത് നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടേത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കോളറ ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു അപൂർവമായ ഒരു സംഭവം തന്നെയാണ്. ഇത്രയും പേർക്ക്, ആ ഒരു സ്ഥാപനത്തിലെ ഇത്രയും പേർക്ക് ഇത് വരാനുള്ള ഒരു കാരണം എന്താണ് എന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇത്രയും പേർക്ക് ഒരേ സമയം വരണമെങ്കിൽ അത് ജലത്തിൽ കൂടി തന്നെ ആകാനാണ് സാധ്യത. കാരണം ഇതിന് സമാനമായിട്ടുള്ള ഒരു എപ്പിസോഡ് കൽക്കട്ടയിൽ, അതായത് വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടുണ്ട്. അവിടെ ഒരു മാനസിക വൈകല്യമുള്ള നിരവധി പേർ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് നടന്നതിൽ അവിടെ 90% വ്യക്തികൾക്കും ഈ കോളറ സമാനമായിട്ടുള്ള രോഗം ഉണ്ടാവുകയുണ്ടായി. അവർ കണ്ടെത്തിയത് അവിടെയുള്ള ജലസ്രോതസ് ഒരു പ്രത്യേകതരം പോണ്ട് വിത്ത് ട്യൂബ് വെൽ സംവിധാനത്തിൽ നിന്നുമായിരുന്നു അവർ വെള്ളം, അത് കുടിവെള്ളം എടുത്തിരുന്നത്. അതിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് അന്ന് അവർ കണ്ടെത്തിയത്. നിർഭാഗ്യവശാൽ അവിടെ 3 മരണങ്ങളും അന്ന് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇതിന് മറ്റൊരു സമാനമായിട്ടുള്ള സംഗതി ഉള്ളത് നമ്മുടെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 48ഓളം വ്യക്തികൾക്ക് ഈ വർഷം തന്നെ കോളറ സമാനമായിട്ടുള്ള ബാധിച്ച് നിരവധി പേർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. മരണം ഉണ്ടായില്ല. അതുകൊണ്ട് കോളറ വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണെങ്കിലും ജനങ്ങൾ അതിൽ പരിഭ്രാന്തരെ ആകേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ലോക്കലൈസ്ഡ് ഔട്ട്ബ്രേക്ക് ആണ്. അല്ലാതെ നമ്മൾ ഇവിടെ കണ്ടതുപോലെ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലും മറ്റ് മലപ്പുറത്തും കണ്ടതുപോലെ കുടിവെള്ളം വഴിയുള്ള ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് കാണുന്നില്ല. പൈപ്പ് വെള്ളത്തിൽ കൂടിയുള്ള ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് ഇതിനെ കാണുന്നില്ല. മിക്കവാറും ഒന്നുകിൽ ഭക്ഷണം അല്ലെങ്കിൽ ജലം, ഏതെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്നും അവിടെയുള്ള ആ സ്ഥാപനത്തിൽ മാത്രമാണ് ഈ ഔട്ട്ബ്രേക്ക് ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നത്. അവിടെ തീർച്ചയായും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ജലത്തിൽ നിന്നുണ്ടാകുന്ന, മലിനജലത്തിൽ നിന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ, അത് തിരുവനന്തപുരം പോലെയുള്ള ഈ തീരദേശ മേഖലകളൊക്കെ തന്നെയുണ്ട്. ഈ സമുദ്ര വിഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള പല സംശയങ്ങളും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ജലാശയങ്ങളിലും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഏത് രീതിയിലുള്ള ഒരു കരുതൽ സ്വീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ, നമ്മൾ ശുചിത്വമെന്ന് കരുതുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തരം സാന്നിധ്യം ഉണ്ടാകുന്നു, ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ
അത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിലൊക്കെ നമ്മൾ വലിയ രീതിയിൽ പാളിച്ച പറ്റിയ ഒരു സംസ്ഥാനമാണ്. നല്ല വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ മഴ ഇപ്പോൾ അല്പം ഇടവിട്ട് ഉണ്ടാകുന്നു, ഇടയ്ക്ക് നിൽക്കുന്നു. ഈ ഒരു സീസണിൽ ഇതുണ്ടാകുന്നത് അതിൻ്റെ ഈ സമയം കൂടി പ്രധാനപ്പെട്ടതാണോ? അങ്ങനെയൊക്കെ ഇതിനെ വിലയിരുത്തി നോക്കിക്കണ്ടാൽ. മഴക്കാലമാകുമ്പോഴേക്കും വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ മലിനമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു കുളമാണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ആണെങ്കിലും അതിലേക്ക് പുറത്തു നിന്നുമുള്ള മലിനജലം വീഴുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ മഴക്കാലമാകുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ വിസർജ്യം അടങ്ങിയിട്ടുള്ള ഫീക്കൽ കണ്ടാമിനേഷൻ ഉള്ള ജലം ജലസ്രോതസ്സുകളിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്ന് അതാത് സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അന്വേഷിക്കേണ്ടതാണ്. ജലസ്രോതസ്സുകൾ എത്രത്തോളം മലിനജലം ഉണ്ടായിട്ടുണ്ട് എന്ന് അളക്കുന്ന ഒരു ടെസ്റ്റാണ് കോളിഫോം കൗണ്ട്. അത് എല്ലാവർക്കും തന്നെ കേട്ട് പരിചയമുണ്ടാവും. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഉണ്ടായ ഒരു ഔട്ട്ബ്രേക്കിൽ കോളിഫോം കൗണ്ടിനെ പറ്റി നമ്മൾ ധാരാളം സംസാരിച്ചു. അതേപ്പറ്റി അറിയാത്തവർക്കായി കോളിഫോം കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജലസ്രോതസ്സിൽ നിന്നും ഒരു ജലത്തിന്റെ സാമ്പിൾ എടുത്തതിന് ശേഷം ആ സാമ്പിളിൽ ബാക്ടീരിയ വളരുന്നുണ്ടോ എന്ന് അളക്കുന്ന ഒരു കാര്യമാണ്. കുടിക്കാനുള്ള വെള്ളമാണെങ്കിൽ അതിൽ ബാക്ടീരിയ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, ലോക നിലവാരം അതാണ്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമാണെങ്കിൽ അത് കോളിഫോം കൗണ്ട് 0 ആയിരിക്കണം. അതായത് അതിൽ നിന്നും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകളുടെ കൗണ്ടാണ് ഈ കോളിഫോം കൗണ്ട്. അപ്പോൾ ഈ കോളിഫോം കൗണ്ട് 0 ആകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ജലസ്രോതസ്സുകളിൽ കോളിഫോം കൗണ്ട് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്നത് പോലെ ശുദ്ധമല്ല ഈ ജലം എന്ന് നമ്മൾ കരുതുകയും അതോടൊപ്പം തന്നെ ക്ലോറിനേഷൻ അല്ലെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ എവിടുന്ന് കണ്ടാമിനേഷൻ വരുന്നു എന്നുള്ളത് അന്വേഷിക്കുകയും ആ മാർഗം അടയ്ക്കുകയുമാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ പലരും കിണറിൽ നിന്നുള്ള വെള്ളമാണ് കുടിക്കുന്നത്. അപ്പൊ കിണറിലേക്ക് ചുറ്റുമുള്ള സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നോ അല്ലാതെ ഉള്ള മാലിന്യം ഒഴുകി വരുന്നുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. കിണറിൽ ക്ലോറിനേഷൻ വേണ്ടി വന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് അത് ക്ലോറിനേഷൻ നടത്തേണ്ടതാകുന്നു. അതോടൊപ്പം തന്നെ കുടിവെള്ളം, പൈപ്പ് വെള്ളം ആണെങ്കിൽ താരതമ്യേന സുരക്ഷിതമാണ്. കാരണം ക്ലോറിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വാട്ടർ അതോറിറ്റി അത് വാട്ടർ സപ്ലൈയിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ അതിനിടയിൽ ലീക്ക് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ, ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ആ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിലേക്ക് ചിലപ്പോൾ മാലിന്യം വരുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. പക്ഷെ അത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മിക്കവാറും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല സ്ഥലത്ത് നിന്നുള്ള ജലസ്രോതസ്സുകൾ സ്വീകരിക്കുന്ന വ്യക്തികളിലാണ് കൂടുതലും ഇപ്രകാരമുള്ള ഔട്ട്ബ്രേക്കുകൾ കണ്ടുവരുന്നത്. ട്യൂബ്വെല്ലുകൾ അല്ലെങ്കിൽ വാട്ടർ ടാങ്കർ ലോറികൾ, കുളം, ടാങ്കുകൾ, ആറ്, ഇങ്ങനെയുള്ള പല ജലസ്രോതസ്സുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നിലധികം ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പരിശോധിക്കണം എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട വിഷയമാണ്. തീർച്ചയായും താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ നൌഷാദ് തക്കീൽ, സംസ്ഥാനത്ത് നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആശുപത്രികളുടെ ഇപ്പോഴത്തെ ഈ ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലൊക്കെ നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള താലൂക്ക് ആശുപത്രികളായാലും ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ഇവിടെയൊക്കെയുള്ള സംവിധാനങ്ങൾ സുസജ്ജമാണോ, ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജമാണോ എന്നതിനെ നമ്മൾ നേരിടാൻ എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ അമ്പേ പാളിയ സംസ്ഥാനമാണിത്. കാരണം ഫെബ്രുവരി മാസത്തിൽ തുടങ്ങേണ്ടുന്ന ഈ ശുചീകരണങ്ങൾ പോലും അന്ന് തുടങ്ങിയിട്ടില്ല. അത് ചെയ്യേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടില്ലാതെ പോകുന്ന ഒരവസ്ഥ അവർ കൈമലർത്തുന്നു. മാലിന്യങ്ങൾ പലയിടത്തും കുന്നുകൂടുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. മാലിന്യം തള്ളപ്പെട്ട് അവിടെയുള്ള ആളുകൾ സമരത്തിനിറങ്ങേണ്ടി വരുന്നു. CPM കഴിഞ്ഞ ദിവസം സമരത്തിനിറങ്ങിയ ഒരു സ്ഥലമാണ് കൊച്ചിയിലെ അവസ്ഥയൊക്കെ വളരെ ഗതികെട്ട അവസ്ഥയാണ്. മാലിന്യം ഇപ്പോഴും നീക്കം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഈ നമ്മൾ വെന്റിലേറ്റർ പോലും തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ പറയാം. 152ഓളം വെന്റിലേറ്റർ, 171 വെന്റിലേറ്റർ ഉള്ള സ്ഥലത്ത് 52 പ്രവർത്തന രഹിതമാണ്. അവിടെ വരുന്ന ആളുകളെ ആശുപത്രിയിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. പലരെയും അഡ്മിറ്റ് ആക്കുന്നില്ല. ഇന്നലത്തെ കണക്ക് പോലും വരുമ്പോൾ 10,000-ന് മുകളിലേക്ക് കണക്കുകളാണ് വരുന്നതെങ്കിൽ അഡ്മിറ്റ് ആക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വളരെ പ്രധാനപ്പെട്ടതായി ഒരു വിഷയമായി മാറുന്നുണ്ടോ ഈ അവസ്ഥയിലും? തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അത് എത്രത്തോളം ഫലപ്രദമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, ആശുപത്രികളിൽ എത്തുന്ന ആളുകൾക്ക് എത്രത്തോളം
ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു, അവർക്ക് എത്രത്തോളം ഗുണകരമാകുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാധാരണക്കാരായ ആളുകൾക്ക് എത്രത്തോളം പ്രയാസമുണ്ടാകും എന്നുള്ളത് വളരെ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എങ്കിലും ഈ പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് ശുചിത്വം അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പദ്ധതികൾ പ്രവർത്തിപ്പിക്കാനുള്ള ഫണ്ടുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് എത്രത്തോളം പ്രയാസം ഉണ്ടാക്കും. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ പഞ്ചായത്ത് കുന്നമംഗലം പഞ്ചായത്താണ്. ഈ കുന്നമംഗലം പഞ്ചായത്തിൽ നിന്ന് ഇന്ന് ഞാൻ വരുന്ന സമയത്ത് എത്രയോ മാസങ്ങളായി അവിടെ മിനി സിവിൽ സ്റ്റേഷൻ്റെ പാർക്കിംഗ് പ്ലാസയിൽ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിവെച്ചിരിക്കുകയാണ്. അത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഓരോ വാർഡിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ചേച്ചിമാർ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിവെക്കുകയാണ്. ഇത് എങ്ങോട്ടും കൊണ്ടുപോകാതെ അവിടെ നിന്ന് കുറേ മഴ കൊള്ളും, കുറേ പിന്നെ കൊതുകുകൾ പെരുകും, പല സാംക്രമിക രോഗങ്ങളും നമുക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അവിടെയാണ് ഡെപ്യൂട്ടി തഹസീൽദാർ ഉള്ളത്, മിനി സിവിൽ സ്റ്റേഷൻ ഉള്ളത്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുള്ളത്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുള്ളത്, തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഇത്രയും ജനസാന്ദ്രത ഏറിയ സ്ഥലങ്ങളിൽ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ എന്ത് മാർഗം സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോ പിന്നെ ബഹുമാനപ്പെട്ട ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഏറ്റവും ഈ മന്ത്രിസഭയിൽ ഏറ്റവും ഒരു പരാജയപ്പെട്ട വകുപ്പ്. കാരണം ഫണ്ട് കൊടുക്കുന്നില്ല, ഫണ്ട് കൊടുക്കാൻ പേടിയാണ്. ഇനി അഴിമതി വല്ലതും നടക്കുമെന്നൊക്കെ പേടിച്ചാണെന്ന് അറിയില്ല. പക്ഷേ ഈ അവസ്ഥയിൽ പോലും ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട സ്ഥിതിയാണ്. കാരണം ഇത്രത്തോളം പകർച്ചവ്യാധികൾ പല പല രീതിയിലാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രവർത്തിപ്പിക്കാൻ ഫണ്ടില്ല. അവർക്ക് അടിസ്ഥാന സൗകര്യത്തിൽ പോലും അല്ല എന്തെങ്കിലും മറ്റ് ഈ ജോലിക്കാരെ ഏർപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റ് മെഷീൻസോ എന്തെങ്കിലും ഉപയോഗിക്കാൻ പോലും അവർക്ക് ഫണ്ട് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. പിന്നീട് ഈ ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിൽ വളരെ ഒരു അലംഭാവമാണ്. പല ആശുപത്രികളിലും ആവശ്യത്തിന് ഈ ജീവനക്കാരില്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ സർക്കാർ വളരെ പ്രയോറിറ്റി നൽകി കാണേണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇനി വരും ദിവസങ്ങളിലെ അവസ്ഥ എത്രത്തോളം ഭയാനകമായിരിക്കും, ആശങ്കപ്പെടുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതിപ്പോൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു അപകടം പറ്റിയ ഒരാളെ കൊണ്ടുപോയ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാല് കുത്താൻ സ്ഥലമില്ല കാഷ്വാലിറ്റിയിൽ. അത്രയും ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ, താലൂക്ക് തലങ്ങളിൽ, ജില്ലാ തലങ്ങളിലും ഒക്കെ ആശുപത്രികളുണ്ട്. ഇവിടെയൊന്നും മെച്ചപ്പെട്ട ചികിത്സ നൽകാനോ അവിടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാനോ അവിടെ കിടത്തി ചികിത്സ നടത്താനോ സർക്കാരുകൾ പിന്നെ സംവിധാനം ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. ആ ഒരു ചിന്താഗതി സംവിധാനം എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പിന്നെ ഒരു 1500-2000 കുട്ടികൾ പഠിക്കുന്ന ഒരു പിന്നെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒരു വലിയ കൺവെർട്ട് നിർമ്മാണ കമ്പനി ഒരു 100 മീറ്റർ കൺവെർട്ട് നിർമ്മിച്ചിട്ട് വലിയ റോഡാണ്, പിന്നെ പുത്തൂർ REC പുത്തൂർ റോഡാണ്. പിന്നെ നിരവധി വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് NIT സമീപമാണ്. അപ്പോൾ അവിടെ ആ കൺവെർട്ട് 2 ഭാഗത്തുനിന്നും കൂടി ഇവർ ചാല് കീറി കൊണ്ടുപോയി കോൺക്രീറ്റ് ചെയ്ത് ഹോൾസ് ഇട്ട് വെച്ചത് കുട്ടികൾ കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കാണ്. അവിടേക്കാണ് എല്ലാ മാലിന്യങ്ങളും ഇതിൻ്റെ കൂടെ ഒലിച്ചു വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ നമ്മുടെ തീവ്ര യജ്ഞം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ യജ്ഞം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയും എൻ്റെ വീട്ടിലൊക്കെ നമ്മുടെ അയൽവാസികളായ ആശാ വർക്കേഴ്സും ചേച്ചിമാരും ഒക്കെ വന്നിട്ട് ചിരട്ട കമഴ്ത്താനും ഉരൾ കമഴ്ത്താനും വെള്ളം കെട്ടി നിൽക്കരുത്, പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കണം, പിന്നെ വെള്ളം എവിടെയും കെട്ടി നിർത്താതെ സംവിധാനം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ മാലിന്യ കൂമ്പാരം, സ്കൂളിലെ കുട്ടികളുടെ കളി ഗ്രൗണ്ടിലേക്ക് നമ്മുടെ എഞ്ചിനീയർമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതിരോധ നിയമം പുതിയ നിയമപ്രകാരം ആളുകൾക്ക് പിഴയിടുന്നുണ്ട്. ആളുകൾ ശ്രദ്ധിക്കണം. പക്ഷേ അതൊരു ജനങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണോ? കാരണം പിഴ ഈടാക്കുന്നുണ്ട്. പിഴ ഈടാക്കുമ്പോൾ ആളുകൾ എന്തായാലും ഒരു കരുതലെടുക്കണം എന്നതിനപ്പുറത്തേക്ക് അത് അവരുടെ മാത്രം ബാധ്യത എന്ന നിലയിലേക്ക് മാറാനും പാടില്ലല്ലോ.
അല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണക്കാരുടെ വിഷയങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുക. സാങ്കേതികമായിട്ട് കുറേ കാര്യങ്ങൾ വിപുലീകരിച്ച് പറയാനൊന്നും ആ സമയത്ത് അല്ല. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടു. സാറ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആ നയങ്ങൾ കറക്റ്റായിട്ട് ആരോഗ്യ വകുപ്പിൽ വരികയാണെങ്കിൽ, ഇതിൻ്റെ ഓരോ ഏജൻസികളും ആ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിലവിലൊരു പ്രശ്നം തന്നെ ഉണ്ടായില്ല. ഇവിടെ എന്തൊക്കെയോ വിഷയങ്ങൾ മഞ്ഞപ്പിത്തമായിട്ടും കോളറയായിട്ടും ടൈഫോയിഡായിട്ടും ഷിഗല്ലയായിട്ടും ആശങ്കാഭരിതരാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പ് കൃത്യമായ ഇടപെടലൊക്കെ നടത്താൻ ശ്രമിക്കുന്നില്ല എന്നൊന്നും നമുക്ക് ആശയമില്ല. പക്ഷേ മറുവശത്ത് ഇത്തരം കാര്യങ്ങൾ, നമ്മുടെ മാലിന്യങ്ങൾ എവിടേക്കാണ് ഒഴുക്കി വിടുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ആളുകൾ പോയിട്ട് ഓരോ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ എവിടെയെങ്കിലും കൂമ്പാരമായി വെക്കുമ്പോൾ ആ മഴ പെയ്യുമ്പോൾ ആ മാലിന്യങ്ങളൊക്കെ എങ്ങോട്ടാണ് എത്തിപ്പെടുന്നത്, അത് ഒഴുകി എങ്ങോട്ടാണ് എത്തുന്നത്, നമ്മുടെ ശുദ്ധജലം ലഭിക്കുന്ന സംഭരണികളിലേക്കും മറ്റു ഘടകങ്ങളിലേക്കും അല്ല ഇത് എത്തിച്ചേർന്നത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാലിന്യ പ്രശ്നങ്ങളിലൊക്കെ സർക്കാർ ഈ സമയത്ത് അലംഭാവം കാട്ടാൻ പാടില്ല. പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചുകൂടി ഈ വിഷയത്തിലെ ഗൗരവം കൂടി കണ്ടുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അത് ആരോഗ്യ പ്രവർത്തനത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയൊരു ഇടവേള എടുത്ത ശേഷം നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്താം. കേരളം പനിക്കിടക്കയിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ രാജീവ് ജയദേവ്, ഉത്തരേന്ത്യയിലൊക്കെ തന്നെ നേരത്തെ മുമ്പൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ കോളറയൊക്കെ പടർന്നു പിടിക്കുന്ന നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കേരളത്തിൽ നേരത്തെ നമ്മളെ വിശ്വസിക്കുന്നത് പോലെ ഇവിടെയൊക്കെ നമ്മൾ തൂത്തെറിയാൻ കഴിഞ്ഞു. ആരോഗ്യ കേരളമാണ്, അങ്ങനെ ആരോഗ്യ സാക്ഷരത ഉള്ള കേരളം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രോഗത്തിൻ്റെ വരവ്. അപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഒരുപാട് ഇവിടേക്ക് തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഏതൊക്കെ തരത്തിൽ നമ്മൾ അവബോധം നൽകേണ്ടി വരും, ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടി വരും ഇന്നത്തെ സ്ഥിതിയിൽ? മാറി വരുന്ന പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ശ്രീ നൗഷാദ് നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ആരോഗ്യവകുപ്പ് ഗൗരവമായിട്ട് എടുക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ മാലിന്യങ്ങൾ എങ്ങോട്ടാണ് ഒഴുകിയെത്തുന്നത് എന്ന് അന്വേഷിക്കണമെന്നാണ്. അതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഈ മാലിന്യം എന്ന് നമ്മൾ ഉദ്ദേശിച്ച സെപ്റ്റിക് മാലിന്യമാണ് ഞാൻ തെളിച്ചു പറയുകയാണ്. സെപ്റ്റിക് മാലിന്യത്തിന്റെ പ്രത്യേകത അതിൽ ഒരാൾക്കെങ്കിലും ഇതുപോലെയുള്ള രോഗമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഡയറിയ ഉണ്ടാക്കുന്ന പല വൈറസുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറെ കാലം ജീവനോടെ ഇരിക്കുന്ന രോഗാണുക്കളാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്ത വൈറസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മാസങ്ങളോളം ഈ മാലിന്യത്തിൽ ജീവനോടെ ഇരിക്കും. അത് മനുഷ്യന്റെ ഉള്ളിൽ എത്തുന്നത് വരെ ആ വൈറസിന് ജീവനുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കോളറ അതുപോലെ അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും കോളറയ്ക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കേരളത്തിൽ ഇതുപോലെ ജലത്തിൽ കുറെ നാൾ ജീവനോടെ കഴിയാനുള്ള കഴിവ് ഉള്ള ഒരു ബാക്ടീരിയം തന്നെയാണ്. അതിന്റെ അനുകൂല സാഹചര്യമാണ് പറഞ്ഞു വരുന്നത്. ഈ വിസർജ്യ മാലിന്യം കൊണ്ട് തള്ളുന്ന ആ ദിവസം മാത്രമല്ല അതിന് ഭീഷണിയുള്ളത്, മാസങ്ങൾക്ക് ശേഷവും അതിന്റെ ഭീഷണി മറ്റുള്ളവർക്ക് ഉണ്ടാകാനിടയുണ്ട്. കാരണം ഇത് കുടിവെള്ളത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ, കാരണം ജലം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ജലസ്രോതസ്സിനടുത്താണ് ഇത് വന്ന് ഒഴുക്കി കളയുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനടുത്താണ് ഇങ്ങനെയുള്ള ശൗചാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു റിസ്ക് നിലവിലുണ്ട്. ആ റിസ്ക് ഉണ്ടാകാതിരിക്കാൻ ഒരു മുൻകൈ എടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ വലിയ പാർപ്പിട കേരളം വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. ജനസാന്ദ്രത വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് പേർ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ഇവിടെ അർബൻ റൂറൽ ഡിവൈഡ്, നഗരപ്രദേശം ഗ്രാമപ്രദേശം എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ കുടിവെള്ളം, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു രണ്ടാമതൊന്നും അന്വേഷിക്കുന്ന എല്ലാം കൊണ്ടും നല്ലതാണ്. ഒരുപക്ഷെ മുൻപുണ്ടായിരുന്ന അത്രയും ഉള്ള ഒരു വേരിയേഷൻ ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന ആ സ്റ്റെബിലിറ്റി ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സംശയം തോന്നുന്നത്. കാരണം ഈ വിസർജ്യ മാലിന്യത്തിന്റെ കാര്യത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇത്രയും അധികം ഔട്ട് ബ്രേക്കുകൾ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ, പ്രത്യേകിച്ചും ഈ മഴക്കാലം വന്ന് ഇത് ഓവർഫ്ലോയിങ് തുടങ്ങിയതോടുകൂടിയാണ് ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. തീർച്ചയായും ആ വഴിക്ക് ആലോചിക്കും. ശ്രീ നൗഷാദ് പറഞ്ഞതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതാണ് ഇതിന്റെ കീ ആയിട്ട് ഞാൻ ഡോക്ടർ, ഈ ആരോഗ്യ പ്രവർത്തകർ നമ്മൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർമാരൊക്കെ വലയുകയാണ്. കാരണം ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കാലം ഇങ്ങനെ നമുക്ക് ഇടക്കാലത്തൊക്കെ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗണ്യമായ രോഗികൾ കൂടുന്നുണ്ട്.
ആ ഒരു അവസ്ഥയിൽ ആരോഗ്യ പ്രവർത്തകരുടെ അവരുടെ ഒഴിവുകൾ നികത്തപ്പെടേണ്ടതല്ലേ? കാരണം ജീവനക്കാരെ നിയോഗിക്കേണ്ടതല്ലേ? IMA അടക്കം നേരത്തെ ഇത് ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോഴും ഒരു ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ ചില പാളിച്ചകൾ ഉണ്ട് എന്നതുകൂടി അല്ലേ ബോധ്യപ്പെടുന്നത്? ഇതിൻ്റെ ഈ നിർമ്മാർജ്ജനത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇത് ചെയ്യേണ്ട ആളുകൾ അവിടെ അവരുടെ എണ്ണം കുറയുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പ്രതികൂല അവസ്ഥ കൂടിയല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്? ആരോഗ്യ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാഫിംഗ് വേണം. ഡോക്ടർമാർ മാത്രമല്ല, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ബാക്കി സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ലാബ് സജ്ജീകരണങ്ങൾ, ഇങ്ങനെ അനേകം പേർ, ഒരു ഡോക്ടർ മാത്രം ഇരുന്നത് കൊണ്ടൊന്നും ആരോഗ്യ സംവിധാനം നേരെയാവുകയില്ല. ആ ഡോക്ടർ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു 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 ഘടകം മാത്രമാണ്. ഓഫ്കോഴ്സ് ഡോക്ടറുടെ തീരുമാനങ്ങൾ അവിടെ പ്രധാനമാണെങ്കിലും ഡോക്ടറോടൊപ്പം നിരവധി കാര്യങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടതാവുകയുള്ളൂ. ഒഴിവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താനും, അതുപോലെ തന്നെ ഈ എക്വിപ്മെന്റ്, അതായത് ഏതെങ്കിലും സംവിധാനങ്ങൾ തകരാറിലായിട്ടുണ്ടെങ്കിൽ, മെഷീനുകൾ തകരാറായിട്ടുണ്ടെങ്കിൽ അത് നികത്താനും എല്ലാം തീർച്ചയായിട്ടും ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടത് തന്നെയാണ്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ രാജീവ് ജയദേവ്. ഒപ്പം നൌഷാദ് തെക്കയിൽ ഈ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിലയിരുത്തലുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചതിന്. എന്തായാലും നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഈ കേരളത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്തു അല്ലെങ്കിൽ മുക്തി നേടി എന്ന് കരുതപ്പെടുന്ന രോഗങ്ങൾ വീണ്ടും വരികയാണ്. അത് തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിക്കപ്പെടുന്നു, മലപ്പുറത്ത് മഞ്ഞപ്പിത്തത്തിനൊപ്പം H1N1 വരുന്നുണ്ട്, എലിപ്പനി വരുന്ന സാഹചര്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വയം ചികിത്സ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയെ സമീപിക്കുക. ഒപ്പം വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കുന്നത് തീർച്ചയായും നമ്മൾ ഒഴിവാക്കണം. കുട്ടികളുടെയും പ്രായമായവരുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ ശ്രദ്ധയും വേണം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.